ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് ദിവസം ഗ്യാപ്പിന് ശേഷമാണ് എത്തുന്നത്. ഇന്നൊരു വാട്ട് ഇഫ് ലിയോ 3 എന്നതിനെ കുറിച്ചും ജനനായകൻ വിജയുടെ നെയിംസിന്റെ അപ്ഡേറ്റ്സുമാണ് നമ്മുടെ കൈവശം ഇന്നുള്ളത്. അപ്പോൾ ഗോ ടു ദ വീഡിയോ. അതിനു മുൻപ് കുറച്ച് കിടിലം ബ്ലാക്ക് കളർ ടീഷർട്ട് ഞാൻ പ്രൊഡക്റ്റായി വെച്ചിട്ടുണ്ട്, മറക്കാതെ നോക്കിയിട്ട് വരിക. ജനനായകൻ സിനിമയുടെ അവസാന ഷെഡ്യൂളാണ് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വീക്കോടെ തന്നെ ഈ പടത്തിന്റെ ഷൂട്ട് എന്നത് കംപ്ലീറ്റ് ആകും. ചിലപ്പോൾ റാപ്പിംഗ് അപ്ഡേറ്റ് വരാം, അല്ലെങ്കിൽ ഒന്നും വരാതെ ഇരിക്കാം. കെവിൻ പ്രൊഡക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ വളരെ വേസ്റ്റ് ആണ് നമുക്കറിയാലോ. ജനനായകൻ മാത്രമല്ല, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റ പടത്തിനും അപ്ഡേറ്റ്സ് തരാറില്ല. ഇനി പടത്തിൽ വിജയുടെ നെയിം എന്ന് പറയുന്നത് സഞ്ജയ് എന്നാണ്. സഞ്ജയ് പിന്നെ ഇടയിൽ കൂടെ ഒരു ഫുൾ നെയിം കൂടി ആഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നെയിമിൽ കൂടി ഇതിൽ വിജയെ വിളിക്കുന്നുണ്ട്. ഇത് പടത്തിൽ വിജയുടെ പാർട്ടിയുടെ പേരാണോ അതോ വിജയുടെ വിളിപ്പേരാണോ എന്നറിയില്ല. TVK എന്ന നെയിംസും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അപ്ഡേറ്റ്. ദളപതി വെട്രിക്കൊണ്ടൻ, നല്ലൊരു മൂഞ്ച പേരല്ലേ. ജനനായക അപ്ഡേറ്റ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റിനെ കുറിച്ച് തോന്നുന്നു പറയാം. ശരി, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും നടക്കുന്നില്ല എന്ന് വ്യക്തിഗത കാര്യമാണ്. ഞാനൊരു വാട്ട് ഇഫ് എന്ന രീതിയിലാണ് ഈ വിഷയം പറയുന്നത്. വാട്ട് ഇഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നാലോ, ഇങ്ങനെ സംഭവിച്ചാലോ എന്ന മീനിങ് ആണ്. ഒരുപക്ഷെ ഭാവി ലിയോ 2 എന്ന് പറയുന്ന സിനിമ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ കഥ എന്താകും? അതൊരു ഡയറക്റ്റ് സീക്വൽ മൂവിയായിട്ടേ വരുള്ളൂ. അത് LCUവിന്റെ മൂവി ആയിട്ടേ കൂടെ വരുള്ളൂ. പാർത്ഥിബന്റെ ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് കുറച്ച് കാണിക്കുമെന്നല്ലാതെ ഫുള്ളായിട്ട് വരത്തില്ല. അപ്പോൾ ലിയോ എന്ന സിനിമയ്ക്ക് ലിയോ 3 എന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ട് ഉണ്ട്. ലിയോ ദാസ് ക്യാരക്ടറിന്റെ ഒരു സ്റ്റാൻഡ് ഓൺ അല്ലെങ്കിൽ പ്രീക്വൽ മൂവി, ഫുള്ളായിട്ട് ലിയോ ദാസ് ക്യാരക്ടറിന്റെ മൂവി. പഴയ കാലത്തെ ഈ ലിയോ എന്ന പാർത്ഥിബൻ ആകുന്നതിന് ഒരുപാട് മുൻപുള്ള സ്റ്റോറി ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ പീക്കാക്കാൻ പറ്റിയുള്ളൊരു ഗാങ്സ്റ്റർ സ്ക്രിപ്റ്റ്. ഇപ്പോൾ ലിയോ എന്ന സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണ്? ലിയോ ദാസിന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. അതുകൊണ്ട് ലിയോ ദാസ് ക്യാരക്ടറിനെ ഒരു പൂർണ്ണമായി നമുക്ക് പറയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം നെഗറ്റീവായിട്ട് വന്നതും തീരെ കണക്ട് ആക്കാൻ പറ്റാതെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ പോയത്. ഒരു ഫുൾ ലെങ്ത് സ്റ്റാൻഡ് പടം വരികയാണെങ്കിൽ കിടക്കും. പക്ഷേ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ലിയോ 2 സംഭവിക്കണം. അതിനേ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിന് 1% പോയിട്ട് 0.0 പോലും ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരു കിടിലായിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത് കമന്റ് ചെയ്യുക. അതുപോലെ താഴെ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.